بسم الله الرحمن الرحيم سبح لله ما في السماوات وما في الأرض وهو العزيز الحكيم. ഹലോ അസ്സലാമു അലൈക്കും. ഞാനിപ്പോൾ കൊടുങ്ങല്ലൂരാണുള്ളത്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവരെ വീട്ടിലേക്ക് വന്നതാണ് ഇവർ. അതായത് ഫ്രണ്ടിൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളാണ് അല്ലേ? ദാപ്പാപ്പൻ്റെ വീടല്ലേ, തറവാട് അല്ലേ? അപ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരാൾ 6ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലാണ്. പക്ഷേ രണ്ടാളും മാഷാ അല്ലാഹ് ഹാഫിളാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഖുർആൻ പാരായണത്തിലൊക്കെ പിന്നെ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് ഇല്ലേ, ഫസ്റ്റൊക്കെ 100-300 ആളെ ഇടയിൽ നിന്ന് ഫസ്റ്റൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു പ്രേക്ഷകരൊന്ന് കാണിക്കട്ടെ, കാരണം ഒരുപാട് മക്കൾക്ക് പ്രചോദനമാവട്ടെ എന്ന് എഴുതിയിട്ട്. അപ്പോൾ നമുക്ക് ആ ഖുർആൻ പാരായണം ഒന്ന് കേൾക്കട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അമ്മ യതസാഅലൂൻ അനിൻ നബഇൽ അളീം الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والنجم إذا هوى ما ضل صاحبكم وما غوى وما ينطق عن الهوى إن هو إلا وحي يوحى علمه شديد القوى ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى. പിന്നെ രണ്ടാളും നല്ല മനോഹരമായിട്ട് ഓതി. അപ്പോൾ താത്ത പിന്നെ എത്ര മക്കളുണ്ട്? നിങ്ങൾ രണ്ടാളും നല്ല ഉമ്മച്ചിക്കും? ഓക്കെ ഓക്കെ ഓക്കെ. എവിടെ സ്കൂളിലാണ് പഠിക്കണേ? കൊടുങ്ങല്ലൂർ ഗേൾസ്. രണ്ടാളും? ആ. അപ്പോൾ ഈ മദ്രസും ഇല്ലേ? മദ്രസ എത്രയില്ല? 8ല് 6ല് രണ്ടും ഒരേപോലെ തന്നെയാണ് അല്ലേ? അപ്പൊ ഈ പഠനം ഏത് സാധാരണക്കാരനായിട്ടുള്ള ആളുകൾക്ക് മക്കൾക്ക് പഠിക്കാൻ പറ്റും. ആ. അന്ന് ഇങ്ങോട്ട് എന്താ സമ്മാനം കിട്ടിയ? എന്താണ്? 15,000 രൂപ കിട്ടി. പിന്നെ ട്രോഫി, സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ 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 ഓക്കെ. മോക്ക് ഇതേപോലെ തുടർന്ന് പോകാൻ തന്നെ താല്പര്യം തന്നെ? മനപ്പാടാക്കണം ഖുർആൻ ഫുള്ളായിട്ട് അല്ലേ? പിന്നെ യാസീനൊക്കെ പഠിച്ചിട്ടുണ്ട്? അപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് എത്തണുള്ളൂ അല്ലേ? ആ. ഖുർആൻ ലാസ്റ്റിന്റെ എങ്ങോട്ടാണ് ഇത് പഠിപ്പിച്ചു വരുന്നത്? 20ാമത്തെ ജുസ് മുതൽ 30 വരെ കഴിഞ്ഞാല് പിന്നെ 1ാമത്തെ ജുസ് മുതൽ തുടങ്ങും. ഇത് ഫാത്തിഹന്റെ അവിടെ തുടങ്ങും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ പ്രേക്ഷകരായിട്ടുള്ള ഒരുപാട് ആളുകൾ, ചെറിയ മക്കളൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേര് ഞാൻ മറന്നു. ആയിഷ നസ്രിനും പിന്നെ ഫർഹ ഫാത്തിമ രണ്ടാളും നിങ്ങൾക്കൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. കാരണം മദ്രസ സ്കൂളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സ്കൂളിന് വേണ്ടിയിട്ടൊക്കെ മദ്രസ ഒഴിവാക്കണവരുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവർ മദ്രസും സ്കൂളും ഈ ഖുർആൻ്റെ ക്ലാസ്സും കൂടി ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. പിന്നെ മദ്രസിലും ഇതേപോലെ എന്താ പറയുക, വേറെ മക്കളൊക്കെ ഉണ്ടോ ഇതേ പഠിക്കണവർ? വേറെ ആരുമില്ല, നിങ്ങൾ രണ്ടാളും പേര് മാത്രം? ആ, 2 പേര് മാത്രം. മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടുള്ളത്. ഇവരെ കണ്ടപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവർ യാദൃശ്ചികമായിട്ട് വന്നാണ് ഇങ്ങോട്ടല്ലേ? ആ, വെറുതെ വന്നതാ? ആ, വലിയപ്പാനത്തേക്ക്. ഓക്കെ ഓക്കെ. അത് കാണാൻ പറ്റിയില്ല, വളരെ സന്തോഷം. പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത് ആയിഷ ഒന്ന് ഓതി കൊടുക്കുമോ? كبر مقتا عند الله أن تقولوا ما لا تفعلون إن الله يحب الذين يقاتلون في سبيله صفا كأنهم بنيان مرصوص وإذ قال موسى لقومه يا قوم لم تؤذونني وقد تعلمون أني رسول الله إليكم
فلما زاغوا أزاغ الله قلوبكم والله لا يهدي القوم الظالمين. അപ്പോൾ മാഷാ അല്ലാ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ കാണാൻ പറ്റിയതിൽ. രണ്ട് ഇപ്പം എന്താ പറയുക, ഐഷാനെയും അതുപോലെ തന്നെ ഫർഹാനില്ലേ, രണ്ട് മക്കളെ കാണാൻ പറ്റി. കാരണം വളരെ സന്തോഷമായിട്ടുണ്ട്. കാരണം രണ്ടാളും ഹാഫിളാണ്, സ്കൂളും മദ്രസൊക്കെ പഠിക്കുന്ന, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളും മദ്രസൊക്കെ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെയാണ് ഖുർആൻ പാരായണം. ഓൺലൈനാണ് കേട്ടോ, ക്ലാസ്സിൽ പോയിട്ടല്ല. അപ്പോൾ എന്താണ് ചാനലിൻ്റെ പേര്? NQ അക്കാദമി. ആ ഒരു അക്കാദമി നല്ല കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചേരാനാണെങ്കിൽ പിന്നെ മെസ്സേജ് അയക്കാനൊക്കെ പറ്റുമോ? ആ ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ആയി എവിടെ തന്നെ തിരൂരാണ് വരുന്നത്? തിരുവനന്തപുരത്ത് താഴെട്ടിട്ടുണ്ട്, ഫുൾ ആയിട്ടില്ല തന്നെ. ഇപ്പം തിരൂരിൽ നിന്നാണ് ടീച്ചർ ക്ലാസ് എടുക്കണത്? കുറേ ടീച്ചർമാരുണ്ട്, കുറേ ടീച്ചേഴ്സ് ഉണ്ട്, പുറത്തുണ്ട്, കേരളത്തിലുണ്ട്. ദുബായിക്കുള്ളവർ വേറെ, ഇങ്ങനെ പുറത്തുള്ളവർക്കൊക്കെ എടുക്കൂലേ? ആ ഓക്കെ 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 ഓക്കെ. അപ്പോൾ ആയിഷമോളും പിന്നെ എന്തായാലും വളരെ മനോഹരമായി മാഷാ അല്ലാ. ഇനിയും ഇതുപോലെ എന്താ പറയുക, കുറേ മനപ്പാടാക്കിയിട്ട് ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ദീർഘായുസ്സും പൂർണ്ണാരോഗ്യമൊക്കെ പ്രദാനം ചെയ്യട്ടെ. മാതാപിതാക്കൾക്ക് എന്നൊരു കൂട്ടാവട്ടെ അല്ലേ? പിന്നെ ഇത് ഖുർആൻ പഠിച്ചിട്ട് എന്താ പറയുക, ഒരുപാട് പരിപാടിയിലൊക്കെ പങ്കെടുക്കണം എന്നല്ലേ അല്ലേ? കോമ്പറ്റീഷനൊക്കെ ഇൻഷാ അല്ലാ സാധിക്കും കേട്ടോ. എല്ലാവിധ പിന്നെ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. പഠിച്ചവൻ്റെ എല്ലാവിധ സഹായം ഉണ്ടാവട്ടെ. ഓക്കെ, അസ്സലാമു അലൈക്കും. ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي سورة ما شاء ركبك كلا بل تكذبون بالدين وإن عليكم لحافظين كراما يعلمون ما تفعلون. أعوذ بالله من الشيطان الرجيم. ثم إنهم لصال الجحيم ثم يقال هذا الذي كنتم به تكذبون كلا إن كتاب الأبرار لفي عليين وما أدراك ما عليون كتاب مرقوم يشهده المقربون. ما شاء الله أحسن. Next JF 015.